നമസ്കാരം സർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിട്ടയർഡ് ആവാൻ പോകുന്നു. സഞ്ജയ് റാവത്തിന്റെ ഈ ഒരു പ്രസ്താവന ബിജെപിയുടെ അല്ലെങ്കിൽ RSSന്റെ പല കേന്ദ്രങ്ങളിൽ നിന്നും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതിനിടയാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിലുള്ള ഒരു വിശകലനം എന്താണ്? റിട്ടയർഡ് ആവാൻ പോകുന്നു പറയരുത്. പുള്ളി സർക്കാർ ഉദ്യോഗസ്ഥനൊന്നുമല്ല. പ്രായവും പ്രായപരിധിയും ഇല്ല. മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം വിരമിക്കുന്നത് ഏത് സമയവും വിരമിക്കാം, രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ. അത് ഇതിനകത്ത് തോന്നുന്നത് ഏത് സമയം എല്ലാവർക്കും വിരമിക്കാം, സർക്കാർ ഉദ്യോഗമായാലും. ഇപ്പൊ ഇത് ഈ സഞ്ജയ് റാവുത്തർ എന്ന് പറഞ്ഞ ഒരു ശിവസേന ബാൽ താക്കറെ അല്ലെങ്കിൽ ആ ശിവസേനയുടെ ഭാഗമായിട്ടിരിക്കുന്ന ഒരാളെ, ഇയാൾ സ്ഥിരമായിട്ട് പ്രശ്നക്കാരനാണ്. ഇയാൾ സ്ഥിരമായിട്ട് നിരന്തരം അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കി അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ലൈം ലൈറ്റിൽ വരുന്ന മാധ്യമങ്ങൾ അയാളുടെ ഒരു പ്രസ്താവന വന്നതാണ് ഇന്നലെ ഇതിന്റെ ഈ ഒരു ചർച്ചയ്ക്ക് കാരണമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അതിനകത്ത് പ്രതിപക്ഷത്തിന് ഒരു കൃത്യമായ അജണ്ടയുണ്ട്. പ്രതിപക്ഷം 2024 ഇലക്ഷനെ സമീപിക്കുമ്പോൾ ആ ഇലക്ഷന് മുമ്പ് പല കാര്യങ്ങൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന ഇരിക്കുന്നതും അല്ലെങ്കിൽ അന്ന് ഇലക്ഷനെ നേരിട്ട അവരുടെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ ശത്രുവായിട്ടുള്ള BJPക്കെതിരെയും NDAക്കെതിരെയും ഏറ്റവും കൂടുതൽ വലിപ്പത്തിൽ പറഞ്ഞ പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ അവര് പറഞ്ഞത് നരേന്ദ്രമോദി റിട്ടയർ ആവുന്നു, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഈ 2024 BJP അധികാരത്തിൽ വന്നാൽ 2029, അതായത് 5 കൊല്ലം കാലാവധി തികയ്ക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉള്ള ഗവൺമെന്റോ അല്ലെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയോ ആയിരിക്കത്തില്ല. 75 വയസ്സ് കഴിയുന്ന നരേന്ദ്രമോദി മാറി നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ മാറ്റി നിർത്തും BJP അല്ലെങ്കിൽ RSS എന്നൊക്കെ പറഞ്ഞൊരു വലിയ പ്രചരണം അത് നടത്തിയിരുന്നു. ആ പ്രചരണത്തിന് മുമ്പിലും ആ പ്രചരണം ലൈം ലൈറ്റിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ അന്ന് കൊണ്ടുവന്ന നേതാവ് ഈ പറയുന്ന സഞ്ജയ് റാവുത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതായത് ഇവര് വിചാരിക്കുന്നത് BJPക്കകത്ത് ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദി നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ സാധിക്കാത്തത്. ആ നരേന്ദ്രമോദി അങ്ങ് മാറിയാൽ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും, ഇന്ത്യ മഹാരാജ്യം ഭരിക്കുവാൻ സാധിക്കും, ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ സാധിക്കും, പിന്നെ ഈ രാജ്യത്തിന് അവരാഗ്രഹിക്കുന്ന പോലെ നയിക്കാൻ സാധിക്കുമെന്നൊക്കെയാണ്. നിങ്ങൾക്കറിയാമോ സഞ്ജയ് റാവുത്ത്, നിങ്ങൾ ഈ നരേന്ദ്രമോദി മാറുമെന്ന് പറഞ്ഞ് ഭീഷണി അല്ലെങ്കിൽ ആശ്വസിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ വയ്യാത്ത, നിങ്ങൾ എത്ര കണ്ടിട്ടും പഠിക്കാത്ത ഒരു BJPയെയും RSSനെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നരേന്ദ്രമോദി എങ്ങനെയാ വന്നത്? 10 കൊല്ലത്തിന് മുമ്പ് അല്ലെങ്കിൽ 11 കൊല്ലത്തിന് മുമ്പ് 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികൾക്കും അത്തരത്തിൽ ഒരു നേതാവിനെ, നരേന്ദ്രമോദിയെ BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുമെന്ന് ഒന്ന് ഊഹിക്കാനോ ഒന്ന് സ്വപ്നം കാണാനോ കഴിയുമായിരുന്നോ? കാരണം അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾ ആരും ഉദ്ദേശിക്കാത്ത രീതിയിൽ നടപ്പാക്കാൻ കഴിവുള്ള, നടപ്പാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന RSSും BJPയും ഒക്കെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം നരേന്ദ്രമോദി ഇന്ന് മാറ്റി നിർത്തിയാൽ ഈ പറയുന്നത് പോലെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെയും ഇല്ലാതെ ഇന്ത്യ മഹാരാജ്യത്ത് BJPയെ ഇലക്ഷന് നേരിടിക്കാനും അല്ലെങ്കിൽ അതിനുശേഷം അധികാരത്തിൽ കൊണ്ടുവരാനും ഇറങ്ങിയാൽ പ്രാപ്തമായിട്ടുള്ള സംഘടനയാണ് RSS എന്നുള്ള കാര്യം പലവട്ടം തെളിയിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ നരേന്ദ്രമോദി മാറിയാൽ നിങ്ങൾ ഈ പ്രചരണം, നരേന്ദ്രമോദി ഇന്നലെ ഒരുപക്ഷെ അവിടെ പോയത് 100ാം വാർഷികമായിരിക്കും. അദ്ദേഹം RSS ആണ് എന്നാണ് പറയുന്നത്. RSSന്റെ 100ാം വാർഷികത്തിനകത്ത് അതിന്റെ കാര്യങ്ങൾ ആലോചിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ 100ാം വാർഷികത്തിനകത്ത് അതിനകത്ത് പങ്കാളിയാവുന്നതിനോ ഒക്കെ പോയതായിരിക്കും. അല്ലാതെ അവർ തീരുമാനിച്ചില്ല 2029 വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഈ പറയുന്ന നരേന്ദ്രമോദിയാണെന്ന് ആഭ്യന്തരമന്ത്രി പലവട്ടം പറഞ്ഞു. കാരണം ഈ തെറ്റിദ്ധരിപ്പിൽ കൊണ്ടാണ്. അപ്പം ആ രീതിയിൽ അങ്ങ് ആശ്വസിക്കണ്ട, ആ രീതിയിൽ ആശ്വസിച്ചിട്ട് കാര്യവുമില്ല. കാരണം ഈ പറയുന്ന ഇലക്ഷൻ, ഈ ഏറ്റവും അവസാനം സഞ്ജയ് റാവുത്തെ നിങ്ങൾ കണ്ടതല്ലേ ഡൽഹി ഇലക്ഷനകത്ത് സംഭവിച്ചത്? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, അതിനുശേഷം മുഖ്യമന്ത്രി ആരാന്ന്
തീ നോക്കി ഞാനും സഞ്ജയ് റാവത്തും ഈ ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവരും ഇരുന്നല്ലോ, അവരവസാനം ആരും ഉദ്ദേശിക്കാത്ത ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അവിടെ മുഖ്യമന്ത്രിയാക്കി. ആ മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉറ്റുനോക്കുമ്പോൾ ഇത്രയും വലിയൊരു മുഖ്യമന്ത്രി, ഇത്രയും കഴിവുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഈ പറയുന്നത് പോലെ ആരും അറിയാതെ ഈ പറയുന്ന RSS ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്ന് വിചാരിക്കുന്ന രീതിയിലേക്കാണ് അവരുടെ കാര്യങ്ങൾ. അവരുടെ കയ്യിൽ ആവശ്യം പോലെ ഇരിപ്പുണ്ട്. പണ്ട് അർജുനന്റെ ആവനാഴി പോലെ കൊന്നു തൊടുത്താൽ 1000 വരുന്നത് പോലെ ഉള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ RSS അല്ല, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഈ സഞ്ജയ് റാവത്ത് എന്ന് പറയുന്നതിന് യാതൊരു വിലയുമില്ല. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ സഞ്ജയ് റാവത്തിന്റെ നിലപാടുമായിട്ട് ബാൽ താക്കറെ അല്ലെങ്കിൽ ഈ പറയുന്ന താക്കറെ പോയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അവസ്ഥ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് വീട്ടിലിട്ട് ഈ MP ആയിട്ടുള്ള വ്യക്താവായിട്ടുള്ള ഇയാളെ പരസ്യമായിട്ട് ഈ താക്കറയുടെ മകനും അച്ഛനും കൂടി സാധാരണക്കാരനെ കൊണ്ട് അവിടെ ഇട്ട് അടി കൊടുപ്പിച്ചതാ. അവസാനം ഇയാളുടെ കാലെ പിടിച്ചതെല്ലാം മാധ്യമത്തിൽ കൂടി വന്ന് നമ്മൾ ചർച്ച ചെയ്താ. അപ്പൊ അത്തരക്കുള്ള കാര്യമുള്ളൂ. എന്റെ പ്രസ്ഥാനത്തെ കൊണ്ട് വഴിയിലാക്കിയ ആ പ്രസ്ഥാനത്തെ, അതായത് ശിവസേന എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ, അവിടുത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തെ കൊണ്ട് വഴിയിലാക്കിയതിന് ഈ പറയുന്ന ഇയാൾക്ക് അടി പരസ്യമായിട്ട് അവർ കൊടുത്തത്. MP-ക്കാണ്, ഒരു നേതാവിനാണ് അടി കൊടുത്തത്. പിന്നെ അതിനകത്തുനിന്ന് പോകാൻ നിവർത്തിയില്ല. പോയാൽ അവരെ അതിനെക്കാട്ടി കൂടുതൽ മർദ്ദനവും അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത മാർഗത്തിലേക്കും കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഇതിനെത്തിക്കുന്നത്. അപ്പം ഈ പറഞ്ഞു വന്നത് BJP അവരുടെ കാര്യം തീരുമാനിച്ചോട്ടെ. BJP-യുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് 70 വയസ്സോ 80 വയസ്സോ അവരുടെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുക, അവർക്ക് ഭൂരിപക്ഷം ഉള്ളപ്പോൾ അവർ തീരുമാനിക്കുകയോ മാറ്റുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്റെ സഞ്ജയ് റാവത്തും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയും ഒക്കെ വിചാരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്ത് അവർ നിരന്തരമായിട്ട് അധികാരത്തിൽ വരുന്നതിനകത്തുള്ള കാരണവും ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ കാര്യത്തിനും കാരണത്തിനും അപ്പുറം അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിനപ്പുറം അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കാട്ടിൽ വലിപ്പത്തിൽ ആ കാര്യങ്ങൾ ചെയ്ത് ജനത്തെ ബോധ്യപ്പെടുത്തണം. ഈ പറയുന്നത് പോലെ BJP-യും RSS-ഉം നരേന്ദ്രമോദിയും ഒന്നുമല്ല. ഞങ്ങൾ വിചാരിച്ചാലും നിങ്ങളെ അവരെക്കാട്ടി വലിയ വലിപ്പത്തിൽ സേവിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തണം. അല്ലാതെ പണ്ടത്തെ കൂട്ട് ഉമ്മാക്കി കാണിച്ച് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് 2024 കൂട്ട് വ്യാജ പ്രചരണം നടത്തി അധികാരത്തിൽ വരാമെന്നുള്ള ശ്രമം ഒരു പരിധി വരെ വിജയിച്ചെന്ന് കണ്ട് ആ വ്യാജ പ്രചരണത്തിന്റെ ആൾക്കാരാണ് നിങ്ങളെന്ന് വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അതിനുശേഷം നിങ്ങൾ ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞിരുന്ന പല സംസ്ഥാനങ്ങളുടെയും ഇലക്ഷൻ വന്നപ്പോൾ, അതായത് ഹരിയാന, നിങ്ങളുടെ സംസ്ഥാനമായിട്ടുള്ള മഹാരാഷ്ട്ര, അതിനുശേഷം കിട്ടത്തില്ല 50 കൊല്ലത്തേക്ക് കേറണ്ടെന്ന് അരവിന്ദ് കെജ്രിവാൾ വെല്ലുവിളിച്ച ഡൽഹി, അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന വിജയഗാഥയുമായിട്ട് മുന്നോട്ട് പോകുന്നത്, അതായത് 2024 ഇലക്ഷൻ പ്രചരണത്തിനകത്ത് ഈ പറയുന്ന കള്ളപ്രചരണം, അതിനകത്ത് കള്ളപ്രചരണത്തിനകത്ത് ഒരു പ്രചരണമായിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവത്തില്ല എന്നുള്ളത്. അതുൾപ്പെടെയുള്ള അല്ലെങ്കിൽ കള്ളപ്രചരണം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നിങ്ങളെ പാടേ മാറ്റി നിർത്തുന്നത്. നിങ്ങളെ ജനങ്ങൾ വേണ്ടാൻ തീരുമാനിക്കുന്നത്. നിങ്ങളെ വേണമെന്ന് തീരുമാനിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകണമെങ്കിൽ പ്രതിപക്ഷം ഇനിയും ഇന്ത്യ മഹാരാജ്യം ഭരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഉള്ള ആൾക്കാരാണെന്ന് ഇന്ത്യക്കകത്തുള്ള ജനത്തിന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാവണം. നിങ്ങളുടെ പല ചെയ്തികളും പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ ഈ രാജ്യത്തെ ജനങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന ഭരണപക്ഷം നിങ്ങളുടെ ആക്ഷേപങ്ങൾ വ്യക്തത വരുത്തി കൊടുക്കുമ്പോൾ നിങ്ങൾ രാജ്യവിരുദ്ധരാണ്, നിങ്ങൾ രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെയാണ്, നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ താല്പര്യത്തിന് വേണ്ടി രാഷ്ട്രീയം കളിക്കുന്ന ആൾക്കാരെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെള്ളവും വാങ്ങിവെച്ചേരെ 2029 നരേന്ദ്രമോദിയെ മാറ്റി നിർത്തിയാൽ പോലും അധികാരത്തിൽ വരാൻ കെൽപ്പുള്ള പ്രസ്ഥാനമാണ് BJP എന്നവർ ഇപ്പൊ തെളിയിച്ചിട്ടുണ്ട്. ഞാനത് പറയുന്നത് എന്റെ കാഴ്ചപ്പാടിലൂടെയാണ്. ഞാൻ BJP ഒന്നുമല്ല, അതിന് കരുത്ത് പകരാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് RSS എന്നവർ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോദി മാറും, അതുകൊണ്ട് ഞങ്ങളെ കേറ്റു എന്ന് പറയുന്ന മുദ്രാവാക്യമായിട്ട് സഞ്ജയ് റാവത്തും പ്രതിപക്ഷം ഇറങ്ങിയിട്ടൊരു കാര്യമില്ല.
അവർക്ക് മോദിയെക്കാട്ടിൽ വലിയ വലിപ്പത്തിലുള്ള ആയിരക്കണക്കിന് നേതാക്കന്മാർ അങ്ങ് അകത്തിരിപ്പുണ്ട്. പുറത്തെടുത്ത് കാണിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ വിശ്വരൂപമൊക്കെ മനസ്സിലാവുന്നത്. അത് യോഗിയിലൂടെയും മറ്റു സംസ്ഥാനങ്ങളിലൂടെയും ഏറ്റവും അവസാനം ഡൽഹിയിലൂടെയും ഒക്കെ റാവുത്തെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനിയും കരയാതെ പാപത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും പണിയെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി രാഷ്ട്രത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാഗമായി അതിന് നേതൃത്വത്തിൽ വരുന്നതിന് വേണ്ടി ശ്രമിക്കുക. അതാവും നന്നാവുക. വ്യക്തമാണ്. സഞ്ജയ് റാവത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒരു സ്വപ്നം കാണൽ മാത്രമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത രാഷ്ട്രീയത്തിൽ നിന്നും ഔദ്യോഗികമായി വിരമിക്കുക എന്ന വാർത്ത എന്നാണ് താങ്കളുടെ നിലപാട്. വ്യക്തമാണ് സർ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.